നോവിൻ്റെ തീരങ്ങളിൽ ഞാൻ മാത്രമായെന്നൊക്കെ പറയണത് അയ്യോ അതൊക്കെ എനിക്ക് അനുഭവം ഉണ്ടായത് കേട്ടോ. അല്ല അതെല്ലാം യാത്രയൊക്കെ പറഞ്ഞു പോകുന്ന എല്ലാവരും ഇഷ്ടപ്പെട്ട പ്രണയം വേണ്ടാന്ന് വയ്ക്കുന്നൊരു സ്ഥിതി നോക്കി. രണ്ട് വീട്ടുകാരെ സംബന്ധിച്ച പ്രണയം വേണ്ടാന്ന് വയ്ക്കേണ്ട ഗതികേട് ഇല്ലേ? അതൊരു ഗതികേടല്ലേ? സാധാരണ പ്രേമത്തിനെ എതിർക്കുന്നൊരു കാലഘട്ടത്തിലായിരുന്നു നമ്മുടെ യൗവനം അല്ലെങ്കിൽ കൗമാരം. ആർക്കും പരാതിയില്ല. പക്ഷേ കാലം വേണ്ടാന്ന് തീരുമാനിച്ചു. അപ്പോഴാണ് നോവിൻ്റെ തീരങ്ങളിൽ ഞാൻ മാത്രമാകുന്നത്. സങ്കടത്തോടെയാണ് പോയത്. കാര്യം എല്ലാം സാഹചര്യവും അനുകൂലമായിരിക്കെ വേണ്ടാന്ന് വയ്ക്കേണ്ടി വരുന്നു. അതൊരു വല്ലാത്തൊരു ദുഃഖമല്ലേ? അതൊക്കെ തന്നെയാണ് അതിന് അത്രയും ഡെപ്ത് വന്നത് കേട്ടോ. അതൊക്കെ എല്ലാവരിലും കാണും ഇതേ. എനിക്ക് പണ്ടൊരു സങ്കടം ഉണ്ടായിരുന്നു. എൻ്റെ നാട്ടിൽ നിന്ന് സുന്ദരിമാർ കല്യാണം കഴിച്ചു പോയാൽ എനിക്ക് ദുഃഖം ഉണ്ടാകും. ഞാൻ എന്തിനാ? ഒരു ബന്ധവുമില്ല, ഒരു ബന്ധവുമില്ല. പക്ഷെ എന്താണെന്നറിയോ, ആ നാളെ മുതൽ ഇതിനെ ഇവിടെ കാണാൻ പറ്റില്ലല്ലോ. അതൊരു വലിയ സങ്കടമായിരുന്നു എനിക്ക്. സന്ധ്യ വൈകുന്ന നേരം ഗ്രാമചന്ത വിരിയുന്ന നേരം ഈ ഗ്രാമചന്തയ്ക്കുള്ള ഗുണാശാല നാട്ടിലുള്ള എല്ലാ സുന്ദരിമാരും ഇറങ്ങും ചന്തയിലേക്ക് പോയി. അപ്പോൾ നമ്മൾ വായി നോക്കി മുടിയൊക്കെ ചെയ്യും, ഇങ്ങനെ ഇരിക്കും. ഇതിനെങ്ങനെ കാണുമ്പോൾ കിട്ടുന്നൊരു കുളിരുണ്ടല്ലോ, അതന്നെ ഒരു കാര്യമില്ല. പക്ഷെ അതൊരു സുഖം. അതിലൊരെണ്ണം കുറയുന്നു കല്യാണം കഴിച്ച് പോകുമ്പോൾ. അത് മാത്രമല്ല, ഈ വരൻ്റെ വീട്ടുകാരാകുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചുകൂടെ സന്തോഷമാണ്. പെണ്ണ് ഇങ്ങോട്ടാ വരുന്നത്. അതെ അതെ അതെ. മറ്റേന്ന് വെച്ചാൽ പെണ്ണ് പോകും, നമുക്ക് സങ്കടം. പക്ഷെ അന്നേരം വേറെ കുഴപ്പമുണ്ട്. മറ്റേത് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ സങ്കടം ഞാൻ അവൻ നമ്മുടെ പരിചയക്കാരല്ലേ, അവൻ്റെ ഭാര്യ, എന്തിനാ നമ്മളായിട്ട്, അത് വേറൊരു ദുഃഖം. പക്ഷെ മറ്റേതാണ് ദുഃഖം, വല്ലാത്ത ദുഃഖം. എന്തൊക്കെ സങ്കടങ്ങളാണല്ലോ നമുക്കുള്ള, വലിയ പറയാതെ. പക്ഷെ അതിങ്ങനെ നീട്ടിക്കൊണ്ടിരിക്കാൻ. അതാണ് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തേങ്ങലിനേക്കാൾ പരിചിതമേതോ പേരറിയാത്ത വികാരം. ഇനി എന്താ പറയേണ്ടതെന്നറിയില്ല. ശരത്തേട്ടൻ ഈ എഴുതുമ്പോഴൊക്കെ ഇതിൻ്റെ ഒരു ലോജിക്കൽ ഒരു തിങ്കിങ് ഉണ്ടാവുമല്ലോ. ഇത് പുറത്തു വന്നതിന് ശേഷം ആൾക്കാർ വിമർശിക്കുന്നതോ അത്തരം കാര്യങ്ങളൊക്കെ എഴുത്തിൽ കടന്നു വരുമോ? നമ്മുടെ ഏറ്റവും നമ്മുടെ ദുഃഖം ഒന്നതാണ്, അവർ എന്ത് വിചാരിക്കും. ഇത് നമ്മളെ വലട്ടുന്നൊരു പ്രശ്നമാണ്. അത് പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് എന്നെ ഏൽപ്പിച്ചത് ഒരു കാര്യം, എന്നെ ഏൽപ്പിച്ചവർക്ക് തൃപ്തിയായി, എനിക്ക് അത്രയേ ഉള്ളൂ ജോലിയുള്ളൂ. പിന്നെ അത് ബാക്കി കൊടുക്കേണ്ടത് അവരാണ്. പിന്നെ തിരുത്താന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് നടക്കില്ല. അത് ആ സെറ്റപ്പിൽ ഇരുന്ന് തീർന്നു പോയാലോ. കോടതി പിരിഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടിട്ട് കാര്യമില്ല. അത് പറഞ്ഞാൽ മതിയായിരുന്നു. ശിക്ഷ കഴിഞ്ഞു കൈവിട്ട തിരുവേനെ പറയും. അത് എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ ജാതകം ആയി. ആ പാട്ടിനെ സൃഷ്ടിച്ചു. അപ്പോൾ ജനിച്ച സമയം, മുഹൂർത്തം, ലഗ്നമൊക്കെ നോക്കി അവൻ ജനിച്ചു. ഇനി അതിൻ്റെ തലയിലെഴുത്ത്. അപ്പോൾ ഒരുപാട് ഇനിയും കുറേ പേർക്ക് മരുന്ന് ആവുക, കുറേ മരുന്നായിട്ട് ശ്രമിക്കുക. അതൊരു ഇഷ്ടമാണ് എനിക്ക് കേട്ടോ. സിനിമയ്ക്ക് പുറത്തേക്ക് മനുഷ്യനെ കൊണ്ട് ഒരു പാട്ടിലൂടെ ചിന്തിപ്പിക്കാൻ കഴിയുമെങ്കിൽ ആ സിനിമയുടെ സ്ക്രീൻ വലുതാവുന്നു എന്നുള്ളതാണ്. അതൊരു വലിയ കാര്യമാണ്. അല്ലാണ്ട് അത് കണ്ടു കേട്ടു, അല്ലാണ്ട് 11 മണിയാകുമ്പോൾ ബാറടിക്കുമ്പോൾ പക്ഷേ എഴുന്നേറ്റ് പോയി പിറ്റേ ദിവസം മറന്നുപോയി, അങ്ങനെ ആവരുത്. അല്ലാണ്ട് അപ്പുറത്തേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന പിന്നെ അനുഭവങ്ങൾ ഉണ്ടാകാനായിട്ട് അതുപോലത്തെ അവസരം എനിക്കെന്നല്ല എല്ലാ എഴുത്തുകാർക്കും കിട്ടട്ടെ. അതിൽ ഏറ്റവും മികച്ചവൻ തിളങ്ങട്ടെ എന്ന് എനിക്കും പറയാനുള്ളൂ. എനിക്ക് കിട്ടിയാൽ സന്തോഷം. അതെ, ഇല്ലെങ്കിൽ അതേപോലെ ഇതിനെ കിട്ടിയിട്ട് അവരതിനെ അത് അത്രയേ ഉള്ളൂ. അപ്പം ഞങ്ങളുടെയൊക്കെ ഡോക്ടറായിട്ട്, ഞങ്ങളെയൊക്കെ ആശ്വസിപ്പിക്കുന്ന ഡോക്ടറായിട്ട് ഇനിയും കുറേ മരുന്നുകൾ ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കണം. എല്ലാം ഞാൻ പറയട്ടെ, അതൊക്കെ ഞാൻ ഒന്നും നമ്മൾ പറയുന്നില്ല. ഈ പറഞ്ഞ ഒരിക്കലും അങ്ങനെ ഈ വഴിക്ക് വരണം എന്ന് ആഗ്രഹിക്കാത്ത ഒരാൾ വന്നു എന്നുള്ളതാണ്. പിന്നെ വന്നപ്പോൾ വേഷം കിട്ടിയപ്പോൾ പിന്നെ നമുക്കുള്ള സങ്കടം വെച്ചാൽ ഒരു ആരുടെ കവിതയാണ് ഓർക്കുന്നുള്ളത്, ഒരു നായായിരുന്നെങ്കിൽ കുറേ കൂടെ നന്നായിരുന്നേ. എനിക്ക് ഇഷ്ടമില്ലാത്തവനെ കാണുമ്പോൾ കുരയ്ക്കാം, കടിക്കാം. ഇഷ്ടമുള്ളവനെ കാണുമ്പോൾ മാത്രം മാലാട്ടിയാൽ നമുക്കത് പറ്റില്ലല്ലോ. അത് ഫിലോസഫിക്ക് ഉണ്ട്. ഇഷ്ടമുള്ളവരെ കാണുമ്പോൾ ചിരിച്ച് സംസാരിക്കണം, ഇഷ്ടമില്ലാത്തവരെ കാണുമ്പോൾ ചിന്തിച്ച് സംസാരിക്കണം. ഫിലോസഫി നല്ലതാണ്, പക്ഷെ എപ്പം നടക്കും എന്നുള്ളതാണ്. അതാണല്ലോ നമ്മുടെ ഒരു കുഴപ്പം. എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റില്ല. എന്തായാലും സന്തോഷം. ഞാൻ ഈ പരിപാടി ഞാൻ കാണാറുണ്ട്. ഇത്രയും എല്ലാവരും പറയും ഇത്രയും ക്ഷമാശീലൻ ആയിട്ട് ഈ എഴുത്ത് അല്ലെങ്കിൽ വന്നിരിക്കുന്ന അതിഥിയെ വിരട്ടി അവനെ ഒന്ന് പിടിച്ചെടുക്കുന്നതല്ലാണ്ട് ഇനിയും എഴുതാൻ തോന്നുന്നു, അല്ലെങ്കിൽ സംഗീതം ചെയ്യാൻ തോന്നുന്നു, ഇനിയും പാടാൻ തോന്നുന്നു എന്നുള്ളൊരു തോന്നലോടെ ആയിരിക്കും ഇവിടെ വരുന്ന അതിഥികളെ പറഞ്ഞു വിടുന്ന പലരും പറഞ്ഞിട്ടുണ്ട്. അതിന് ആ പിന്നെ കപ്പാസിറ്റി അല്ലെങ്കിൽ ആ ഒരു സ്വഭാവവും അല്ലെങ്കിൽ ഗുണവും രജനീഷിൻ്റെ കൂടെയുള്ള ഈ പ്രസ്ഥാനത്തിനും ഉണ്ടാവട്ടെ. ശരത്തേട്ടൻ ഇനി അതേപോലെ എഴുതിക്കൊണ്ടിരിക്കുക. അങ്ങനെയാണ് ഞങ്ങളിങ്ങനെ വർത്താനം പറഞ്ഞു. അല്ല, ഇതുപോലെ നമുക്കിപ്പോൾ വളരെ കുറച്ച് സമയമല്ലേ ഉള്ളൂ. അതുകൊണ്ട് അല്ലെങ്കിൽ നമുക്ക് ഓരോ പാട്ടും
അനലൈസ് ചെയ്തൊക്കെ പോകുമായിരുന്നു. അപ്പം അത്രയും പറ്റില്ല. ഞാനങ്ങനെ ചെയ്യുന്ന ആളാണ്. പാട്ടിനെ മുഴുവൻ എന്തുകൊണ്ട് പുത്തരായണ കിളിപാടി ഉന്മാദിനിയെ പോലെ പൊന്നും വിളയിട്ട വെണ്ണിലാവേ നിന്നെ ഒന്ന് ചുംബിച്ചോട്ടെ. എന്താണ് ഈ ഉത്തരായണ കിളി? ഇറങ്ങും. നമ്മൾ എവിടം വരെ ചെല്ലാവോ അന്വേഷിക്കും പോകും. അതിപ്പോൾ ഞാനായുണ്ട്. ഇങ്ങനെ ചിന്തിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു, എഴുത്തുകാരനായി നമ്മൾ, അല്ലേ? എനിക്ക് തോന്നുന്നതാണ്. അങ്ങനെ കഴിയട്ടെ എന്നുള്ളതാണ്. അങ്ങനെ ഒരു കാലഘട്ടം കൂടെ ഉണ്ടാവട്ടെ. ശരത്തേട്ടനെ അടുത്ത് കാണുമ്പോൾ നമ്മൾ വയലാറിൻ്റെ കുറച്ച് പാട്ടുകളെക്കുറിച്ച് സംസാരിക്കണമെന്നും കവിതകളെക്കുറിച്ച് അനലൈസ് ചെയ്യണമെന്നും ആഗ്രഹമുണ്ട്. അല്ല, അത് അതിനകത്തൊക്കെ ഉണ്ട് കേട്ടോ, കണ്ടൻ്റ് ഉണ്ട്. ഒരു മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ച പോലെ തന്നെ അതിമനോഹരമായ സാധനം ഇപ്പം ഭൂമിയെ വരട്ടിക്കൊണ്ടിരിക്കുകയാണ്. 74 വയലാർ എഴുതിയതാണ്. ഗഗനമേ ഗഗനമേ ഗഗന ഗഗനമാമേകാന്തതി, ആസ്ട്രോയിഡാ. ഇപ്പം എല്ലാ ദിവസവും ഗൂഗിൾ നോക്കിയാൽ കാണാം ഒരുത്ത മരുന്ന് ഭൂമി ഇടിക്കുക. അതൊന്നും കറക്റ്റായിട്ട് വയലാർ അത് ചോദിച്ചിട്ടുണ്ട്, ഈ സാധനം വരുമെന്നും. പക്ഷേ അതിനൊരു മരുന്ന് വയലാർ കൊടുത്തിട്ടുണ്ട്, പ്രണയം. അതായത് പ്രേമിക്കാൻ ഒറ്റയാനായിട്ട് നടക്കുന്നതും കല്യാണം കഴിക്കണമെങ്കിൽ ചെറുപ്പക്കാരൻ ഒരുപോലെയാണ്. പിന്നെ ഓർബിറ്റ് ഉണ്ടാവില്ല. മറ്റേതൊക്കെ കൃത്യം ഓർബിറ്റില്ലേ സൗരയൂഥത്തിന്. ഇങ്ങനെ ഇത് ഓർബിറ്റില്ലാത്തവരൊക്കെയാണ് ആസ്ട്രോയിഡ്. ചിഹ്നഗ്രഹമൊക്കെ അങ്ങനെ തോന്നുന്നവരാണ്. ഇവൻ പ്രണയിച്ചു കഴിഞ്ഞാൽ അവനൊരു ഓർബിറ്റ് ഉണ്ടാവും. അതുകൊണ്ട് പ്രണയം എല്ലാ പ്രാണൻ്റെ നയമായിരിക്കണം പ്രണയം എന്നുള്ളൊരു അഭിപ്രായമാണ്. ഒരു സ്ഖലനത്തിലൂടെ അവസാനിക്കരുത്, അതിനപ്പുറത്തേക്ക് ഒരു നനവ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മളൊക്കെ വീണ്ടും ചെറുപ്പമാകും. ഇല്ലെങ്കിലാണ് തലചുമഞ്ഞ് ഈ പ്രണയത്തിൻ്റെ മറ്റേ കൊഴുപ്പ്. നമ്മുടെ വിനായക എഴുതിയ പോലെ അറ്റാക്കിനകത്ത് പ്രണയത്തിൻ്റെ കൊഴുപ്പാണ് ഞരമ്പിനകത്ത് കിടന്ന് ഒഴുകുന്നത്. കൊഴുപ്പ് അതൊന്നും അലിഞ്ഞുകൊണ്ട്. അപ്പോൾ കൂടുതൽ കൂടുതൽ മരുന്ന് ഞങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുക. ഇതേപോലെ ഞാനും ഈ ഒരു സംഭവം കൃത്യമായിട്ട് ഞാനും വാച്ച് ചെയ്യുന്നതാണ്. കൂടുതൽ പേരിലേക്ക് ഈ ചോദ്യങ്ങൾ ചോദിച്ച് ഞങ്ങളെപ്പോലുള്ളവനെ കൊണ്ട് ഛർദ്ദിപ്പിച്ച് അത് ചിന്തിപ്പിക്കാൻ, പ്രത്യേകിച്ച് പുതിയ തലവനുള്ള ഇഷ്ടം വെച്ചാൽ ഇത്രയും സ്വാതന്ത്ര്യവും ഇത്രയും വൈവിധ്യവും ഇവർക്കുണ്ട്. പണ്ട് നമുക്കൊന്നും ഇല്ലായിരുന്നു. അരുത് തീർന്നു. പിന്നെ ഇതൊരു അരുതുമില്ല, ഒന്നിനും അതിരില്ല എന്ന് പറയുന്നൊരു അത്. അപ്പം അത് നന്നായിട്ട് വിനിയോഗിക്കുന്നവരുടെ കയ്യിലേക്ക് വേണം ഇങ്ങനെയുള്ള സാധനം പോകാൻ. അത് ആ സ്വാതന്ത്ര്യം വളരെ നല്ലതാണ്. ഇപ്പം നമ്മൾ ഇന്നത്തെ സിനിമകൾ, എനിക്കത് ഒരുമാതിരി എല്ലാ സിനിമയും ഇഷ്ടമാട്ടോ. പുതിയത് ഒരു ചെറിയ കടുകുണി ഉണ്ടെങ്കിൽ ഒരു സിനിമയായി കളയും. മറ്റത് 10,000 പേജുള്ള നോവലൊക്കെ ഉണ്ടെങ്കിൽ. പക്ഷെ അന്ന് കുടുംബത്തിൻ്റെ ഒരു പ്രസക്തി ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ അതില്ല. അതാണൊരു വലിയ വേറൊരു വിഷയം. ഇപ്പോഴത്തെ പടങ്ങളിൽ കുടുംബ ബന്ധത്തിനെ കുറിച്ച് അനലൈസ് ചെയ്യുന്നില്ല. പണ്ടതായിരുന്നു. പക്ഷെ അത് കരച്ചിലായിരുന്നു മുഴുവൻ. ഒരു സ്ഥിരം പണി, ഒരു വില്ലനും ഒരു നായകനും സ്ഥിരം പരിപാടി, മെലോഡ്രാമ കൂടുതലും. പക്ഷെ അതല്ലാണ്ട് പുതിയ രീതിയിലൊക്കെ കൊണ്ടുപോയി എത്രയോ നല്ല നല്ല രസകരമായ പടങ്ങൾ പറഞ്ഞു തരുന്നതിൻ്റെ ഒരു സുഖമുണ്ടല്ലോ. എനിക്കതാണ് ഞാനൊക്കെ ആ രീതി നോക്കുമ്പം പഴയ തലമുറയിൽപ്പെട്ട ഞാൻ പുതിയ തലമുറയിൽ ജനിക്കണമായിരുന്നൊരു ഉപകരിക്കേണ്ടത്. കാര്യം പുതിയ തലമുറ ചെയ്യുന്ന ചില കാര്യങ്ങളുടെ വൈകാരികമെന്ന് മാത്രമല്ല, അതിൻ്റെ മറ്റു വശവും മനോഹരമാണ്. അത് ഇല്ലാന്ന് പറയും. ഇപ്പോൾ സുജേഷിയുടെയൊക്കെ പാട്ടൊക്കെ ഇല്ലേ, ഒക്കെ അത് ഒരിക്കലും നമുക്ക് പുലരിപ്പൂ പോലെ ചിരിച്ചു, എന്ത് രസമാണ്. പുതിയ തലമുറയില്ല അത് എഴുതി കേൾക്കുമ്പോഴേ പുഞ്ചപ്പാട കാറ്റ് വിതച്ചു എന്നൊക്കെ പറയുമ്പോൾ കിട്ടുന്നൊരു പക്ഷേ നമ്മുടെ മനസ്സിൽ ആ ഇമേജ് ഉള്ളതുകൊണ്ടായിരിക്കും. രാവിലെ സൂര്യൻ ഉദിക്കുന്ന കാണാത്തവരോട് എന്ത് പറയാൻ, പോകും ആടിക്കഴിഞ്ഞിട്ടാണ് ദ സൺ റൈസസ് ഇൻ ദ വെസ്റ്റ് എന്ന് ശീലിച്ച ഒരു എൻ്റെ മോളൊക്കെ അതാ ഈ സന്ധ്യ ആകുമ്പോൾ എഴുന്നേക്കുന്നത്. അപ്പോൾ വളരെ സന്തോഷം. നന്ദിയുണ്ട് സംസാരിക്കാൻ.